രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ മറ്റൊരു ബലാത്സംഗ പരാതി കൂടി പുറത്തു വന്നിരിക്കുന്നു. 2 വർഷം മുമ്പ് 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി അതിനുശേഷം ഒരു സ്വകാര്യ റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയും അതിക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിലുപരി ഞെട്ടിക്കുന്നത് ഈ പരാതി ഈ പെൺകുട്ടി KPCC നേതൃത്വത്തിനും AICC നേതൃത്വത്തിനും നൽകിയിട്ടും ഒരു പെൺകുട്ടി ഇത്രയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്ന് തെളിവ് സഹിതം കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് കിട്ടിയിട്ടും അയാളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും അയാൾക്കെതിരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് ഈ പൊതുജനങ്ങളോട് കേരളീയ സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്ത KPCC നേതൃത്വമാണ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ വലിയ ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കുന്നത്. ഈ ക്രൂരകൃത്യത്തിന് എല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നത്. ഇങ്ങനെയൊരു നേതൃത്വത്തെ എങ്ങനെയാണ് കേരളീയ സമൂഹം വിശ്വസിക്കുക? ഈ നാട്ടിലെ സ്ത്രീ സമൂഹം വിശ്വസിക്കുക? 3 പേജുള്ള ഒരു കത്ത് KPCC നേതൃത്വത്തിന് ഈ പെൺകുട്ടി കൈമാറിയിട്ട് നാളുകളായി. ഒരു നടപടിയും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പ്രിഡേറ്റർക്കെതിരെ എടുക്കാൻ കേരളത്തിലെ KPCC നേതൃത്വത്തിനോ വനിതാ നേതാക്കൾ നേതൃത്വം നൽകുന്ന AICCക്കോ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഗൗരവമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. താൻ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് തൻ്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല, എനിക്ക് പ്രശസ്തയാവാൻ വേണ്ടിയല്ല, പക്ഷേ കോൺഗ്രസുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിലെ ഓരോ സാധാരണ പെൺകുട്ടിയുടെയും മാനം സംരക്ഷിക്കാനാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് എന്നാണ് ഈ പെൺകുട്ടി ഈ കത്തിൽ പറയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഒരു വിഷയം ഒരു വിഷയമേ അല്ല. ഒരു പെൺകുട്ടിയെ സ്നേഹം നടിക്കുന്നു, അതിനുശേഷം അവരുടെ ഫോൺ നമ്പർ വാങ്ങുന്നു, ആ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകുന്നു, അതിനുശേഷം അതിനെ വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു, ഒരു ഉൾപ്രദേശത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേ പോലുള്ള ഒരു സംവിധാനത്തിൽ എത്തിക്കുന്നു, അതിനുശേഷം ക്രൂരമായി ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കത്തിൽ അവർ പറയുന്നത്. എത്രമാത്രം ക്രൂരമായ ഒരു നടപടി, മനുഷ്യത്വരഹിതമായ നടപടി, എത്രയോ പെൺകുട്ടികളുടെ മാനം ഇയാൾ ഇതുപോലെ കവർന്നെടുത്തിട്ടുണ്ട് എന്ന് കേരളത്തിലെ KPCCക്കും AICCക്കും തെളിവ് സഹിതം വിവരം കിട്ടിയിട്ടും ഒരു ചെറുവിരൽ ഇയാൾക്കെതിരെ അനക്കാൻ കഴിഞ്ഞില്ല. ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുൻപുള്ള സംഭവത്തെക്കുറിച്ചാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിനുശേഷമാണ് ഇയാൾക്ക് പ്രമോഷൻ കൊടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതും അതിനുശേഷം പാലക്കാട് MLA ആക്കുന്നതും. മാനസ ചേരുകയാണ്. മാനസ, ഇയാളുടെ പെൺവേട്ടയുടെ മറ്റൊരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. വീണ്ടും ഒരു ബലാത്സംഗ പരാതിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പോലീസിലാണ് പരാതി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് അതിജീവിത പരാതി നൽകിയതെങ്കിൽ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ താൻ പീഡിപ്പിക്കപ്പെടുന്നത് 21 വയസ്സിലാണ് എന്നതടക്കമുള്ള വിശദമായ ഒരു പരാതിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്, അതായത് KPCC AICC നേതൃത്വത്തിന് നേതാക്കൾക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നീ 3 പേർക്ക് കൂടി അയച്ച ഒരു പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് എന്നതും വ്യക്തമാകുന്നു. തീർച്ചയായും താൻ നേരിടേണ്ടി വന്ന, അതായത് ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്ത് അല്ലെങ്കിൽ ഒരു പരാതി കത്ത് തന്നെയാണ് ഈ നേതൃത്വത്തിന് നൽകിയത് എന്ന് പറയുമ്പോൾ ഇത്രയും കാലമായിട്ടും ഈ നേതൃത്വം ഇയാൾക്കെതിരെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് മാത്രമല്ല, സ്ഥാനമാനങ്ങൾ നൽകി ഉയർന്ന നിലയിലേക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, നടപടികളാണ് നേതൃത്വത്തിന്റെ അകത്ത് നിന്ന് ഉണ്ടായത്. തീർച്ചയായും നമുക്ക് ആ പരാതി നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം, ഗർഭം ധരിക്കാൻ രാഹുൽ തന്നെ നിർബന്ധിച്ചു, രാഹുൽ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്നീ കാര്യങ്ങളാണ് ഈ പെൺകുട്ടി ആ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ് എന്നിവർക്കാണ് പരാതി അയച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ
പരാതി കത്തിൽ നിന്നും തന്നെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി തന്നെ പീഡിപ്പിക്കുന്ന രീതിയിലേക്കാണ് രാഹുൽ കൊണ്ടുപോയത്. അതുമാത്രമല്ല മറ്റൊരിടത്തേക്ക്, അതായത് നേരത്തെ ഉൾഗ്രാമങ്ങളിലൊക്കെയും തന്നെ കൊണ്ടുപോയി വിളിച്ചു വരുത്തി അങ്ങനെയാണ് താൻ പീഡിപ്പിക്കപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതും വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് രാഹുൽ കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെയാണ് മുറിയിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കുകയും ശരീരമാകെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം ക്രൂരമായാണ് അദ്ദേഹം സ്ത്രീകളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുന്നത്, ലൈംഗികമായ പീഡനം, അതിലും ക്രൂരമായ രീതിയിലുള്ള പീഡനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പെൺകുട്ടികൾ നേരിടേണ്ടി വന്നത്. നേരത്തെ അതിജീവിതയായ ഈ സംസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെ വന്ന പരാതിയിലും ഇതേ രീതിയിലുള്ള പരാതി തന്നെയായിരുന്നു. അതായത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പെൺകുട്ടി പറഞ്ഞത്. അതിനുണ്ടായ മാനസികാവസ്ഥയൊക്കെയും തന്നെ ആ അതിജീവിതയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായതാണ്. അതിന് പിന്നാലെയാണ്, അതായത് ദിവസങ്ങൾ മാത്രമാണ് കഴിഞ്ഞത്, അതിനുള്ളിൽ തന്നെ വീണ്ടും ഒരു പരാതി. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരയായി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതിൽ കുറച്ചു പേർ മാത്രമാണ് ഇത്തരത്തിൽ രംഗത്തെത്തുന്നുള്ളൂ, അതായത് പരാതിയുമായി മുന്നോട്ട് പോകുന്നുള്ളൂ. അതുപോലെ ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ ഇതിൽ ഇരയായി ജീവിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് പരാതിയുമായി മുന്നോട്ട് വരാൻ ധൈര്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിൽ രണ്ടാമത്തെ പരാതിയാണ്. അതായത് ബലാത്സംഗ കേസിൽ രാഹുലിനെതിരെ വീണ്ടും ഒരു പരാതി. സംസ്ഥാനത്തിന് പുറത്ത് ഒരു 23 വയസ്സുകാരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ശാരീരികവും മാനസികവുമായി ക്രൂരമായ പീഡനം താൻ നേരിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഗർഭിണിയാകണമെന്ന് മാങ്കൂട്ടത്തിൽ തന്നോടും ആവശ്യപ്പെട്ടു. അതായത് നേരത്തെയുള്ള ചാറ്റുകളിലൊക്കെയും തന്നെ നമ്മൾ കണ്ടതാണ്, ഗർഭിണിയാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളെ ഒക്കെയും തന്നെ സമീപിക്കുന്നത്. അത് അദ്ദേഹം നിഷേധിക്കുന്ന ഒരു സ്ഥിതിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്കും സമാനമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത് എന്നതാണ് ഈ കത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്.